ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആളുകൾ കൂടുതലും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ അതിനൊരു പറ്റിയ സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ട് 1 വർഷമായി. നമ്മളിവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് Kmart എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്ക് ആക്ച്വലി ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ അത്. ഇതൊരു 24 hours ഷോപ്പാണ് ഞങ്ങളുടെ ഇവിടെ ഈ സിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എപ്പോൾ വന്നാലും നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാം. ഇപ്പം ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൂടുതലുള്ളത്. സീസൺ വൈസ് ആയിട്ടാണ് സാധനങ്ങൾ എപ്പോഴും ഇവർ ഫില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള ഡ്രസ്സുകൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ വിൻ്റർ സമയത്ത് നമുക്ക് വിൻ്ററിൻ്റെ ഡ്രസ്സുകളായിരിക്കും കിട്ടുന്നത്, സമ്മർ സമയത്ത് സമ്മറിൻ്റെ ഡ്രസ്സുകളായിരിക്കും. അത് മാത്രം നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. ലെറ്റ്സ് ഗോ. ഇതിപ്പം നമ്മളുടെ ഇവിടെ വൈകുന്നേരം 8:30 ആയിട്ടോ. അപ്പം ഞാൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഇത് വലിയൊരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു കോൾസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ കോൾസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ Kmart ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ അധികം സാധനങ്ങൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ. ബട്ട് സ്റ്റിൽ വെൽക്കം ടു Kmart ലോഞ്ച് സിസ്റ്റം. നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നി ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ക്രിസ്മസ് പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള $5 സാധനങ്ങളൊക്കെ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ക്രിസ്മസ് കളർ ഡ്രസ്സുകൾ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചൂടത്ത് ഇത് റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് സ്റ്റിൽ ഒരു റെഡ് മയം എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും, വളരെ വിലക്കുറവിൽ കിട്ടും. അതാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഡ്രസ്സുകളൊന്നുമല്ല. പല സൈസിലുള്ള ഡ്രസ്സുകൾ, ഇത് ആൺകുട്ടികളുടെ, ഇവിടെ പെൺകുട്ടികളുടെ, ഇങ്ങനെ പല സൈസിലുള്ള ഡ്രസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ലൈക്ക് ഭയങ്കര ഒരു ഈസി ടു ഗോ ആണ്. നമുക്ക് അധികം നമ്മുടെ പോക്കറ്റ് കീറാണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഡീഷണൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇതുണ്ട്. ഇതുപോലെയുള്ള കുറേ തവികളും കാര്യങ്ങളും ഒത്തിരി അധികം സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പം നമുക്കിവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇതില്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിതിവിടെ ചോപ്പിംഗ് ബോർഡുകൾ, നമുക്ക് സത്യം പറഞ്ഞാൽ തടിയുടെ വുഡ് ചോപ്പിംഗ് ബോർഡ് എപ്പോഴും നല്ലതാണ്. ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വുഡിൻ്റെയാണ് നല്ലത്. സേഫ് ഫോർ ഹെൽത്ത്. ഇത് നമ്മളുടെ കണ്ടെയ്നറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിലേക്ക് നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ, ഫുഡ് ഒക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് കണ്ടെയ്നേഴ്സ് പല സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ടിഫിൻ ബോക്സ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളിത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. സോ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ കണ്ടെയ്നർ പാക്കുകൾ അവൈലബിൾ ആണെന്നുണ്ട്. നമുക്കിങ്ങനെ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, പാസ്തയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ കിച്ചൺ ടവൽ, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഇപ്പോൾ ഈ ഒരു സീസണിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾ, അതായത് നമ്മൾ ഈ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പാല് കാച്ചാനുള്ള പാത്രവും സോസ് പാൻ ടൈപ്പും എല്ലാം ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ ലിഡ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിഡ് നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനും പറ്റും. പക്ഷേ ചിലതൊക്കെ ലിഡ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഇതുകൊണ്ട് ഇതിപ്പോൾ ലിഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ യൂണിവേഴ്സലായിട്ടുള്ള ലിഡ് അവൈലബിൾ ആണ്. ഇത് പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിന് സൈഡിലൊരു വെട്ട് കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. അത് പല പാത്രങ്ങളിലും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളുടെ ടോസ്റ്റർ സെക്ഷനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് ഇനമാണ് ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ബ്രെഡിൻ്റെ ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടോസ്റ്ററുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്നത് വേസ്റ്റ് ബിന്നുകളാണ് കേട്ടോ. പലതരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. $45-50 വരും. നമുക്ക് $20-25 സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ താഴെയുള്ളതാണ്, അത് 5-ൻ്റെയും 10-ൻ്റെയൊക്കെ ചെറുത് കിട്ടും. ഈ താഴെ കാണുന്ന 5-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ. ഈ സൈഡിലേക്ക് വരുന്നതിന് പിന്നെയും കുറേ മീൽ പ്രിപ്പറേഷൻ കണ്ടെയ്നറുകളാണ് കിട്ടുന്നത്. പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓസ്ട്രേലിയയിൽ വിൻ്റർ ഉള്ള സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് കെറ്റിൽ എന്ന് പറയുന്നത്. നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് വെക്കാനും
അതുപോലെ തന്നെ ചൂടുവെള്ളം കുടിക്കാനും ചായ കാപ്പിക്കൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കെറ്റിലിനകത്താണ് വെള്ളം ചൂടാക്കുന്നത്. പാത്രത്തിൽ വെള്ളം ചൂടാക്കി നമ്മുടെ നാട്ടിലെ പോലെ ചായപ്പൊടി ഇട്ട് കുടിക്കുന്നൊരു പരിപാടി എടുത്ത ആൾക്കാർക്കില്ല. അത് നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ എന്നാലും ഇവിടെയുള്ള ആൾക്കാർ പിന്നെയും ഈ കെറ്റിലൊക്കെ യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ മലയാളികൾ ഇപ്പോൾ യൂസ് ചെയ്യും, കാരണം ഈസി ടു മേക്ക് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു കോഫി പൗഡർ ഇട്ട് അതിൻ്റെ അകത്ത് പാലൊഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്, പെട്ടെന്ന് കിട്ടും. നമ്മൾ ഒത്തിരി നേരം പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ കെറ്റിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെഡ് ലിനൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കോംബോ പാക്കായിട്ട് നമുക്ക് കിട്ടും. 2 പില്ലോ കവറും ഒരു ഫിറ്റഡ് ഷീറ്റ്, ഫ്ലാറ്റ് ഷീറ്റ്, ഇതെല്ലാം നമുക്കിങ്ങനെ ഒരു കോംബോ ആയിട്ട് കിട്ടും. അതിന് $45 $50 പല പാക്കേജുകളുണ്ട്. ഇവിടുത്തെ ഒരു ഹൈയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 50-ൻ്റെയാണ്. ചില സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ക്ലിയറൻസ് ഒക്കെ കിടക്കും. ഇതൊരു $10 ഡിഫറൻസിനാണ് ക്ലിയറൻസ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഡിഫറൻസ് ഒക്കെ വരും. സോ അങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അത് ഓരോ സീസൺ അനുസരിച്ച്. ഇതിപ്പം പില്ലോ കേസുകളാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ലൈക്ക് വി ക്യാൻ ഗെറ്റ് പിന്നെ ബെറ്റർ ഡീലിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇത് ടവലിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ ടവൽസ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വാങ്ങിക്കാം. ഫേസ് ടവലുണ്ട്, വലിയ ബിഗ് ബാത്ത് ടവലുണ്ട്. അപ്പം നിങ്ങളുടെ ചോയ്സാണ്. ഇതിനൊക്കെ ഒരു $10 ഒരു വലിയ ടവലിന് വരും. ചെറിയ ഫേസ് ടവലിനാണ് $2 വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു കാര്യത്തിലും പതുക്കെ നൈസായിട്ട് കോസ്റ്റൊക്കെ കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ശരിക്കും നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ വെക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അതിന് $7. നമുക്ക് ബാത്റൂമിലെ ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പം ടോയ്ലറ്റ് വാഷ് ചെയ്യാനുള്ള ആ ഒരു ബ്രഷൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പാത്രമാണ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. അതിങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതുകൊണ്ട് ടോയ്ലറ്റിൽ വെക്കാൻ പറ്റിയ കൂട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ 5 ലിറ്ററിൻ്റെ ബിൻസ് അവൈലബിൾ ആണ്. സോ അങ്ങനെയും കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ സമ്മർ സീസണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വൈഡായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഇങ്ങനത്തെ പെഡസ്റ്റൽ ഫാൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് 50 സെൻറ്റിമീറ്ററിൻ്റെ വൈഡ് ഫാനാണ്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് ഇപ്പം നിലവിൽ ഈ ഒരു സാധനത്തിന് $39 കാണിച്ചിട്ടുള്ളത്. $39 ആണ്. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞ് ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ്, സർക്കുലേറ്റർ ഫാൻ എന്നും പറഞ്ഞിട്ട്. സോ പല രീതിയിലുള്ള ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് സമ്മർ സീസണിൽ മാത്രമേ കേട്ടോ കാണാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സെഷൻ ഫുള്ള് ലോണ്ട്രി സെഷനാണ് കേട്ടോ. നമ്മളുടെ ലോണ്ട്രിയിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ലോണ്ട്രി ബാസ്ക്കറ്റും അതുപോലെ തന്നെ ലോണ്ട്രിയിലേക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ഇത് നമുക്കിവിടെ കിട്ടും കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള സാധനങ്ങൾ പല വിലയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. പിന്നെ അതുപോലെ തന്നെ ലോണ്ട്രി കണ്ടെയ്നേഴ്സ് നമുക്കിവിടെ കിട്ടും. 3 ഡ്രോയേഴ്സ് ഉള്ളത്, 4 ഡ്രോയേഴ്സ് ഉള്ള സാധനങ്ങൾ, അതായത് തുണി വെക്കാനും ഒക്കെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മോപ്പുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള മോപ്പുകൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിവിടെ ക്ലോത്ത് ക്ലിപ്സും കാര്യങ്ങളും, പിന്നെ ബാത്റൂമിൻ്റെ ഫെസിലിറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതും ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഒരു വീട്ടിൽ വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് വാക്യൂം ക്ലീനർ പല റേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന് മുകളിലൊരു ഡിസ്പ്ലേ ഉള്ളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഈ വാക്യൂം ക്ലീനർ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാഗ്ലെസ് $75, $99, $49, ഇങ്ങനെ പല റേറ്റിലാണുള്ളത്. അപ്പോൾ പലതിനും പല ഡിഫറെൻറ്റ് പവറുകളാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പം 1800 വാട്ടിൻ്റെ ബാഗ്ലെസ് വാക്യൂമിന് അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിന് $49 ആയിരിക്കും. ഇവിടെ പ്രൈസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. സോ ഐ എം നോട്ട് ഷുവർ. ഐ തിങ്ക് സോ ദിസ് ഈസ് 49. 2400 വാട്ടിന് വില കൂടുതലാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഈ ഒരു സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസ് ഒക്കെയാണ് കേട്ടോ. നമുക്കിവിടെ ബാത്റൂമിലൊക്കെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള അരോമ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓയിൽ ഡിഫ്യൂസർ അത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഫ്രാഗ്രൻ്റ് ഓയിൽസ് അവൈലബിൾ ആണ്. ഡിഫ്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അത് ഒഴിച്ചിട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് കിട്ടുന്നതാണ്. പിന്നെ കുറേ ഹോം ഡെക്കറിങ് ഐറ്റങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊക്കെ ആദ്യം വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗ്രാജുവലി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മേടിക്കാൻ തോന്നും. നമ്മളത് മേടിച്ച് നമ്മുടെ വീട് ഫില്ല് ചെയ്യും. സോ അങ്ങനെ കുറേ ഹോം ഡെക്കോർ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫുള്ള് ലേഡീസിൻ്റെ സെഷനാണ് കേട്ടോ. അപ്പോൾ ലേഡീസിൻ്റെ ഇന്നേഴ്സ് മുതൽ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് വില കുറച്ച് സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്കത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഡ്രസ്സിൻ്റെ ഐറ്റങ്ങളും ഉണ്ട്. അപ്പം മെൻസും ഫീമെയിൽ ലൈക്ക് 2 പേർക്കും പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സേഫ്റ്റി ഷൂസിൻ്റെ ആ ഒരു സെഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്ന സാധനത്തിനൊക്കെ വില കൂടുതലായിരിക്കും, $99 കാണിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള സൈസിലുള്ള ഷൂസുകൾ കളറിലുള്ളതുണ്ട്. അപ്പം നിങ്ങളുടെ കമ്പനി ഏതാണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഷൂസ് വാങ്ങിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയം ആയതുകൊണ്ട്, സമ്മർ സീസൺ ആയതുകൊണ്ട് ചപ്പൽസൊക്കെ കിട്ടും. പിന്നെ പല തരത്തിലുള്ള ഷൂസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നല്ല ടൈപ്പിലുള്ള ആൻകോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഷൂസുകളാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ ബൂട്ടുകളെല്ലാം കിട്ടും, നല്ല രീതിയിലുള്ള ബൂട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടുത്തെ ഒരു സാധനം അങ്ങനെയാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഷൂസ് കാര്യങ്ങൾ. ഫ്ലിപ്പ് ഫ്ലോപ്സ് എനിക്ക് ഒരെണ്ണം മേടിക്കണം എന്ന് കുറേ ആയിട്ട് പ്ലാനുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഓൾമോസ്റ്റ് ചീത്തയായി. അപ്പം ഇന്നൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മേടിച്ചിട്ട് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നമ്മൾ സ്ലിപ്പേഴ്സ് എന്ന് പറയും, ഇതിന് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയും ഇത് ആണുങ്ങളുടെ സെഷനാണ് കേട്ടോ. ആണുങ്ങളുടെ സെഷനിൽ ടീഷർട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. $15 ടീഷർട്ട് വെച്ചിട്ടുണ്ട്. അതിലും വിലക്കുറവിൽ കിട്ടും. ചില സമയത്ത് നമുക്കിവിടെ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലിയറൻസ് ഒക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ഈ കാണുന്ന 20 ചിലപ്പോൾ നമുക്ക് $5 കിട്ടും. അത് നമ്മൾ നോക്കി ക്ലിയറൻസിൻ്റെ സെയിൽ എപ്പോഴാണോ എന്ന് നോക്കി അത് പോയി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടും, നല്ല ബെറ്റർ ഡീലിൽ കിട്ടും. ചില സമയങ്ങളിൽ ഇവിടെ ഒന്ന് പോപ്പിൻ ചെയ്ത് പോകുന്ന എപ്പോഴും നല്ലതാണ്, നമുക്ക് നല്ല വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും വലിയ പ്രൈസ് ഒന്നുമില്ല, അതുകൊണ്ട് $15 ഉള്ളൂ. അങ്ങനെ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടും. എന്നിട്ട് ഷോർട്സ് ഒക്കെ $12 ഷോർട്സ് ഒക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഷോർട്സ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ നല്ല യോയോ പൂക്കളങ്ങളൊക്കെ ഉള്ള ഷർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. സോ അത് നമുക്ക് കിട്ടും. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ജീൻസ്, പാൻസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ട്രൗസേഴ്സ് എന്ന് പറയും, ട്രൗസേഴ്സൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ ഒരു സൈഡിൽ ജീൻസ് കിടപ്പുണ്ട്. ഈ വെയർ ഹൗസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതരം ഡ്രസ്സുകൾ ഇവിടെ ആവശ്യമുണ്ട്. അതായത് റിഫ്ലക്ടർ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഓറഞ്ച് ഓർ ഗ്രീൻ അവരുടെ ആ ഒരു കമ്പനി ഏതാണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഇതിനൊന്നും വലിയ പ്രൈസൊന്നുമല്ല, $8 അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ലൈക്ക് ഫുൾ കൈ ഉള്ളതിന് 20, ഹാഫ് കൈ ആണെങ്കിൽ $8 ആണുള്ളത്. സോ അതും ഈ ഒരു കെ മാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് കെ മാർട്ടിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഫ്രെയിമുകൾ മേടിക്കാൻ പറ്റും. ഫോട്ടോ ഫ്രെയിം, ഈ ഒരു ഫോട്ടോ ഫ്രെയിം നമുക്കിവിടെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പല സൈസിലുള്ള ഫോട്ടോകൾ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു കമ്പ്യൂട്ടറിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫോട്ടോ ഫോൺ വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തൊരു മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ആ മെഷീൻ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മെഷീനാണ് കേട്ടോ ഈ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വൺസ് നമ്മുടെ ആ ഒരു കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കും ഇതിൻ്റെ അകത്ത് ഏത് നമ്പറിലാണ് നമ്മളുടെ ഫോട്ടോ വരുന്നതെന്ന്. സോ അതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ കളക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കെ മാർട്ടിൽ സിംസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള സിമ്മുകൾ പല ബ്രാൻഡുകളുടെ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഒരു സിമ്മിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് സിമ്മൊക്കെ പോർട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്മ് കിട്ടും. സോ നിങ്ങൾക്ക് സിമ്മ് വാങ്ങിക്കാൻ പറ്റും ഇവിടുന്ന്. നമുക്ക് പേഴ്സണൽ ഹൈജീൻ്റെ ഒരു സെഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പെൺകുട്ടികൾക്ക് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഗെറ്റ് റെഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കുറേ അവൈലബിൾ ആണ്. ക്രീംസ്, ലോഷൻസ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതും ഇവിടെയും ഒരു കുറവില്ലാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് ഒരൊറ്റ കുടക്കയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമുക്കിവിടെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷുകളും ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ലൈക്ക് ഒരു ഷോ, അതായത് നമ്മുടെ ടോയ്ലറ്ററീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഷോ ഉള്ള ബാഗുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി മേക്കപ്പ് ഓറിയൻറ്റഡ് ആണ് കേട്ടോ. അപ്പം ഇവിടെ നെയിൽ പോളിഷ് തൊട്ട് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. ഇപ്പോൾ കാണുന്നത് നെയിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇതും ഈ ഒരു സെഷനിൽ നെയിൽ ആർട്ടാണ്. പിന്നെ നമുക്കിത് ഇവിടെ ഐലാഷസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അധികം സാധനങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലിടാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതൊരു ലൈക്ക് വളരെ നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ ക്ലിയറൻസ് സെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസ് കുറവിൽ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓഫറുകളിലൊക്കെ സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ ഒരു സെഷനിൽ ഫീമെയിൽസിൻ്റെ പെർഫ്യൂംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ പെർഫ്യൂംസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ നല്ല പെർഫ്യൂംസ് ഒക്കെ കിട്ടും കേട്ടോ. സ്പ്രേ ഉണ്ട്, പെർഫ്യൂമും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും അത്യാവശ്യം രാവിലെ ഏറ്റവും ഓടുന്നൊരു പരിപാടിയും ജിമ്മിൽ പോക്കും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. വുമൻസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം പെൺകുട്ടികൾക്ക് കിട്ടും.
ഈ ഒരു ഏരിയ സ്പെസിഫിക്കലി മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ജിമ്മിൽ പോകാനും ഓടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉള്ളൊരു ഏരിയ ആണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഇത് കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാം. ഇഷ്ടം പോലെ ടോയ്സുകളും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് ഉള്ളൊരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഈ ഏരിയ ഫുള്ള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാതാപിതാക്കൾ എന്നോട് ക്ഷമിക്കണം, ഈ ഒരു വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ടോയ്സിൻ്റെ സെഷനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നല്ല പ്രൈസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലുള്ള എല്ലാ ആളുകളും ഒരു ബർത്ത്ഡേ പാർട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എസ്പെഷ്യലി അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് ഈ ഒരു ടോയ്സിൻ്റെ സെഷനിൽ നിന്നാണ്. ഇവിടത്തെ ഇങ്ങനെ കാറ്, ലോറി, ജീപ്പ്, ബുൾഡോസർ, JCB, ട്രാക്ടർ എന്നൊക്കെ പറഞ്ഞ് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ചില കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പം ആദ്യം വരുമ്പോൾ പിള്ളേർക്ക് ഇതൊന്നും മേടിച്ചു കൊടുക്കണ്ട, ഒരു ബർത്ത്ഡേ പാർട്ടി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതൊക്കെ വാങ്ങിച്ചു തരും. ഹോൾഡ് ചെയ്യാതെ വരെ കേട്ടോ. നല്ല അടിപൊളി മെഴ്സിഡീസ് ഒക്കെ കിടക്കണം കണ്ട $29. ഈ ഒരു ഏരിയ ഫുള്ള് ഹോട്ട് വീൽസിൻ്റെ സെഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഹോട്ട് വീൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ട് നമുക്ക് മേടിച്ചു പോകും. പിള്ളേർ വാശി പിടിക്കും എനിക്ക് മേടിച്ചരണം എന്ന് പറഞ്ഞ്, അങ്ങനത്തെ ഒരു സെഷനാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ട് വീൽ സെഷനിൽ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇതൊരു ഫുൾ ഇത്രയും കാറുകൾക്ക് $36 ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കേമാർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രൈസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ഇതിൽ മെയിൻലി പ്രൈസ് ഇല്ലാത്ത സെഷൻസ് നിങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇതിൽ പ്രിൻ്റഡ് അല്ലായിരിക്കും. സോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കുക, അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു സ്കാനിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ സ്കാൻ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും. ഉണ്ടോ, ഇതിന് $2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്കിങ്ങനെ ലൈക്ക് മനസ്സിലായോ, വിലകളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ടോയ് സെഷൻ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇവിടുത്തെ പസിലുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പസിലുകൾ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡ്രോയിങ് സെഷനുകളാണ്, സ്കെച്ച് ബുക്കും പേനകളും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും, എന്ത് മേടിക്കണം എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കേമാർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇങ്ങനെ കുറേ കളറിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കാലി കിട്ടുന്നത് അവർ റീഫിൽ ചെയ്യുമായിരിക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. കം ആൻഡ് ഗ്രാബ് ഓൾ ദീസ് തിങ്സ്. നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓസ്ട്രേലിയയിൽ നമ്മൾ കുട്ടികളെ കാറിലിരുത്തണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബൂസ്റ്റർ സീറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ പല ഏജിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൂസ്റ്റർ സീറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളിവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പെൻസ് വരാൻ പോകുന്നൊരു സാധനമാണ് ഈ ഒരു ബൂസ്റ്റർ സീറ്റ് എന്ന് പറയുന്നത്. 4 തൊട്ട് 8 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 49ൻ്റെ ബൂസ്റ്റർ സീറ്റാണ് ഇരിക്കുന്നത്. ഇത് 6 മാസം തൊട്ട് 8 വയസ്സ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുള്ള ബൂസ്റ്റർ സീറ്റ് ഉണ്ട്. അതിന് $169 കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്തൊക്കെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങൾ പലക അടിച്ച് വെക്കായിരുന്നു കേട്ടോ. അപ്പം അതിന് പകരമുള്ളൊരു സാധനമാണിത്. ഇത് ശരിക്കും നമ്മുടെ കട്ടലയിൽ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് അതിങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ. നമ്മളെങ്ങും സ്ക്രൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിൽ ടൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു കാര്യത്തിൽ സേഫാണ്. ഇത് പെറ്റ്സിനും യൂസ് ചെയ്യാറുണ്ട്, കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗിഫ്റ്റിൻ്റെ സെക്ഷൻ കാണിച്ചാൽ തീരത്തില്ല കേട്ടോ, അമ്മാതിരി സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കാണിച്ച് തീർക്കണം എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും ഒന്ന് ഓടിച്ചു വിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാർബി ഡോളുകൾ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ബാർബി ഡോൾസ് ഒക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. $45, $50 വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, പല ഭാവത്തിൽ പല രൂപത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ചെരുപ്പുകൾ, ഷൂസുകൾ എല്ലാം അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിനും വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു സാധനത്തിന് $12 എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ടതുകൊണ്ട് ഞാൻ കാണിച്ചാണ്. ഈ ഒരു ഇങ്ങനത്തെ പല രീതിയിലുള്ള ഷൂസുകൾ അവൈലബിൾ ആണ് കേട്ടോ. വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത. ഇപ്പം ഇതൊക്കെ നല്ല കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഡിസൈനുകളൊക്കെ ഉള്ളതാണ്. അതിന് $20 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഷൂസുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ്, ആൺകുട്ടികൾക്കും ഉണ്ട്. ഫീമെയിൽസ്, അതായത് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പറ്റിയ സാൻഡൽസ്, ചെരുപ്പുകൾ, ഷൂസുകൾ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുട്ടികൾക്ക് അത്യാവശ്യം മുതിർന്ന ബോയ്സ് ആയിട്ടുള്ള നമ്മുടെ പയ്യന്മാർക്കൊക്കെ അല്ല, അമ്മമാർക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കാം. അത് കൂട്ടും ഷൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വലിയ പൈസയൊന്നുമില്ല, $20-25 മാക്സിമം എക്സ്പെൻസ് വരുന്നുള്ളൂ കേട്ടോ. അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്കിത് ഇതുണ്ട്, ഫീമെയിൽസിൻ്റെ ഷൂസുകളൊക്കെ കണ്ടോ, നല്ല ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷൂസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഐറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ക്രിസ്മസ് പാപ്പയും പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ $10 ഉള്ളത് ഈ ഒരു ഫുൾ ഇതിന്. നമ്മളിതുപോലത്തെ ഒരു 3 വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ട്രീ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന് വില കുറച്ച് വേണമെങ്കിൽ അതിൻ്റെ മുകളിലിരിപ്പുണ്ട്. പല പല വിലയിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഡോറിൽ തൂക്കിയിടുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിന് $16 ഉള്ളൂ കേട്ടോ. പിന്നത്തെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് ക്രിസ്മസ് പാപ്പ ഇരിക്കണുണ്ട്. സാന്താക്ലോസ് ഇഷ്ടം പോലെ പല ഭാവത്തിൽ പല രൂപത്തിൽ. നമുക്കിത് എണ്ണിയാൽ തീരത്തില്ലാത്ത കൂട്ട് ഐറ്റങ്ങൾ ഇതിനകത്ത് അവർ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ക്രിസ്മസ് ട്രീ അവൈലബിൾ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. ഫിഷിംഗ് റോഡുകൾ കിട്ടും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. സമ്മറിലും വിൻ്ററിലും എല്ലാ ആൾക്കാർ പോയി ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എല്ലാവരും കോസ്റ്റൽ ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അല്ലാത്തൊരു കോസ്റ്റൽ ഏരിയ തപ്പിപ്പോയി പിടിക്കും. നമുക്കിങ്ങനെ ഫിഷിംഗ് റോഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിനുള്ള അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതുകൊണ്ട് കോസ്റ്റ്ലി അല്ലാത്തതും ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് ട്രീകൾ കേട്ടോ. ഇതിങ്ങനെ പല വിലയിലുള്ളതുണ്ട്. അതായത് വിലക്കുറവുള്ള സാധനത്തിൽ ലൈറ്റ് ഫിറ്റഡ് ഉണ്ടാകത്തില്ല. ഇത് ജസ്റ്റ് ഒരു ട്രീ മാത്രമാണ് കേട്ടോ. 7 ഫീറ്റ് അങ്ങനെ പല രീതിയിൽ 6 ഫീറ്റ് പല പല ഹൈറ്റിലുള്ള ട്രീകൾ അവൈലബിൾ ആണ്. ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലൈറ്റ് ഉള്ള, അതായത് നമുക്ക് വോമും അതുപോലെ തന്നെ വേറൊരു മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള ലൈറ്റ് ഉള്ളൊരു ട്രീ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. $129 അത്യാവശ്യം നല്ലൊരു ട്രീ നമുക്ക് കിട്ടും. ഒരു 8 ഫീറ്റിൻ്റെ ട്രീ നമുക്കിവിടെ കിട്ടും കേട്ടോ. നൈസാണ്. ഇതാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്തത്. കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങളും കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഡേ ടു ഡേ യൂസിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കെമാർട്ട്. സോ ഞാൻ കെമാർട്ടിൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെമാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. ഞാൻ ഒരു ക്വിക്കായിട്ടുള്ളൊരു ടൂർ തന്നാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഹോസ്റ്റലിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് ഈ സാധനം അയച്ചു കൊടുക്കുന്നത്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.